തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് വീടിനരികിൽ പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കുട്ടിയെ കടിച്ച പാമ്പിന്റെ അതേ വലിപ്പത്തിലുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഇപ്പോൾ തൃശൂരിൽ നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുൻപാണ് ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. കോടാലിയിലെ വെള്ളിക്കുറങ്ങലിലെ വീട്ടിലെത്തിച്ചിരിക്കുന്നത്. ആ സമയത്താണ് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് നാട്ടുകാരിൽ ഒരാളാണ് ഇത്തരത്തിൽ പാമ്പിനെ കണ്ടിരിക്കുന്നത്. നേരത്തെ ആൽജോയെ കടിച്ചു എന്ന് പറയുന്ന അതേ പാമ്പിന്റെ ഇനത്തിൽപ്പെട്ട ശങ്കുരയൻ ഇനത്തിൽപ്പെട്ട അതേ പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാർ പാമ്പിനെ തല്ലിക്കൊന്നിട്ടുണ്ട്. ഈ പ്രദേശത്ത് കൂടുതൽ പാമ്പുകൾ ഉണ്ട് എന്നാണ് ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം വീടിനോട് ചേർന്ന ആ പൂച്ചട്ടിയോട് ചേർന്ന പ്രദേശത്തൊക്കെ തന്നെയാണ് ഈ പാമ്പിനെ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രദേശത്ത് പാമ്പുകൾ ഉണ്ടോ എന്ന പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. ആൽജോയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തൊട്ടടുത്ത പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ആളുകൾ വലിയ ഭയത്തിലാണ്. കൂടുതൽ പാമ്പുകൾ ഈ മേഖലയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. നാട്ടുകാർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ വിഷയത്തിൽ ആളുകൾ പഴിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.